റഹീസ്, കണ്ണൂരിലെ വിശേഷങ്ങൾ എന്തൊക്കെയാ? SKN പ്രത്യേകിച്ചും ഈ LDFും UDFും ഒപ്പം തന്നെ NDAയും അവരുടെ ഡിവിഷൻ കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ വാർഡുകൾ കേന്ദ്രീകരിച്ചുള്ള കൊട്ടിക്കലാശത്തിനായിരുന്നു ഇന്ന് നമ്മൾ സാക്ഷ്യം വഹിച്ചത്. അല്ലെങ്കിൽ ഒരു 2-3 ഡിവിഷനുകളൊക്കെ ചേർന്ന് ഒരു സ്ഥലത്ത് കൊട്ടിക്കലാശം നടത്തുന്ന രീതിയിലാണ്. അല്ലാതെ കോർപ്പറേഷൻ്റെതായിട്ടൊരു വലിയ പരിപാടിയോ ജില്ലാ പഞ്ചായത്തിൻ്റെതായിട്ടൊരു വലിയ പരിപാടിയോ ഒക്കെ ആ സ്ഥാനാർത്ഥികളെ അണിനിർത്തിക്കൊണ്ട് വലിയൊരു റോഡ് ഷോയും മറ്റുമൊന്നും എവിടെയും കാണാനുണ്ടായിരുന്നില്ല. പൊതുവെ സമാധാനപരമായിട്ട് തന്നെയായിരുന്നു കണ്ണൂരിലുടനീളം ഈ കൊട്ടിക്കലാശം സമാപിച്ചത്. അതിൽ ഈ ഇപ്പോൾ പുറത്തു വരുന്ന ഒരു പഴയങ്ങാടിയിൽ ഒരു സംഘർഷത്തിന്റെ വിവരം പുറത്തു വരുന്നുണ്ട്. LDF UDF പ്രവർത്തകർ ഇവിടെ ഏറ്റുമുട്ടിയിട്ടുണ്ട്. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് മാടായി ഡിവിഷൻ UDF സ്ഥാനാർത്ഥിക്ക് ഈ സംഘർഷത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. മുബാസ് CH എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം ഇപ്പോൾ തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ ചികിത്സ തേടുക കൂടിയാണ്. അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ പൊതുവെ സമാധാനപരമായിട്ടായിരുന്നു കൊട്ടിക്കലാശം നടന്നത്. നേതാക്കളൊക്കെയും കൃത്യമായ നിർദ്ദേശം അണികൾക്ക് നൽകി അവരെയൊക്കെ കൃത്യം പോയിന്റുകളിൽ മാത്രം കൊട്ടിക്കലാശത്തിന് എത്തിച്ച് കൈവിട്ട് പോകുന്ന തരത്തിലേക്കൊന്നും കാര്യങ്ങൾ പോയില്ല. പക്ഷേ പ്രവർത്തകരുടെ വീര്യവും ഒപ്പം തന്നെ അവരുടെ ഒരു ആഘോഷവും ആനന്ദവും ഒന്നും കെട്ടുപോകാത്ത തരത്തിലുള്ള ഒരു കൊട്ടിക്കലാശം കൂടിയാണ് നടന്നത്. ഇനി നാളെ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന പ്രധാനപ്പെട്ട ആളുകളെ സന്ദർശിക്കുന്ന ദിവസങ്ങളാണ്. വോട്ടിംഗ് സാമഗ്രികൾ വിതരണം ചെയ്യുന്ന ദിവസമാണ്. ബൂത്തുകൾ സജ്ജീകരിക്കുന്ന ദിവസമാണ്. അങ്ങനെ ആ തരത്തിലാകും കാര്യങ്ങൾ മുന്നോട്ട് പോവുക. എന്തായാലും കണ്ണൂർ കോർപ്പറേഷനിൽ വാശിയേറിയ പോരാട്ടം തന്നെയാണ് നടക്കുക. ഏത് വശത്തേക്ക് കണ്ണൂർ കോർപ്പറേഷൻ ഇത്തവണ തിരിയുമെന്നുള്ളത് കൂടി കണ്ടറിയേണ്ടതായിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.